Hi friends, welcome to SJTutorialsLive. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൗദിയിൽ നിന്നും നാട്ടിൽ വന്ന് കുടുങ്ങിക്കിടക്കുന്നവരുടെ റീഎൻട്രി നീട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ്. അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നതിനെക്കുറിച്ചും അതിന് ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ mukim.sa/visavalidity/check ഈ ഒരു ലിങ്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ലിങ്കിന്റെ ഒരു URL ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. ആ ഒരു URL അടിച്ചാൽ നിങ്ങൾക്ക് ഒരു പുതിയ പേജ് തുറക്കും. ഈ ഒരു പേജിലാണ് നമ്മൾ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മുടെ വിസ വാലിഡിറ്റി നീട്ടിയിട്ടുണ്ടോ അതുമല്ലെങ്കിൽ എത്ര നീട്ടിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഇത്രയാണ് ഓപ്ഷൻസ് ഉള്ളത്. ഫസ്റ്റിൽ നമുക്ക് ഇക്കാമ നമ്പർ അടിക്കണം, അല്ലെങ്കിൽ വിസ നമ്പർ. അതിൽ ഇക്കാമ നമ്പർ ആണ് ഏറ്റവും സുഖമായി അടിക്കാൻ പറ്റുന്നത്. ഇക്കാമ നമ്പർ കൊടുക്കുക. അപ്പോൾ അതിലുള്ള ഒരു ഓപ്ഷനാണ് അവിടെ കാണുന്നത്. പിന്നീട് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ അതർ ഓപ്ഷൻസ്. ഇതിൽ പല ഓപ്ഷൻസുകളും ഉണ്ട്. അതിൽ ഏതാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുക. പാസ്പോർട്ട് നമ്പർ വെച്ച് ചെക്ക് ചെയ്യാം, നിങ്ങളെ വിസ വാലിഡിറ്റി വെച്ച് ചെക്ക് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഇക്കാമയുടെ നമ്പർ കൊടുത്തു. അതിനുശേഷം ഞാൻ ഇവിടെ പാസ്പോർട്ട് സെലക്ട് ചെയ്തു. പാസ്പോർട്ട് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് സെലക്ട് ചെയ്തു. ഏത് രീതിയിലും സെലക്ട് ചെയ്യാൻ ഞാൻ ഇവിടെ പാസ്പോർട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പല രീതിയിലുള്ള ചെക്കിങ്ങും നമുക്ക് ഇതിൽ കാണാം. പാസ്പോർട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പാസ്പോർട്ട് നമ്പറാണ് പിന്നെ താഴെ കൊടുക്കുന്നത്. മുകളിൽ എന്താണ് സെലക്ട് ചെയ്തത് അതിനനുസരിച്ചാണ് ഈ താഴെ കള്ളിയിൽ കൊടുക്കേണ്ടത്. ഞാൻ പിന്നെ പാസ്പോർട്ട് നമ്പർ കൊടുത്തു. പാസ്പോർട്ട് നമ്പർ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പാസ്പോർട്ട് നമ്പർ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ചെക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്യുക. ചെക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വാലിഡിറ്റി എത്രത്തോളം നീട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഇപ്പോൾ നിലവിലെ വാലിഡിറ്റി എങ്ങനെയാണെന്നുള്ളത് കാണിക്കും. അപ്പോൾ ഇപ്പോൾ നിലവിൽ എൻ്റെ വാലിഡിറ്റി എന്നുള്ളത് ആക്റ്റീവ് ആണ്. ഇനി എൻ്റെത് ഈ ഒരു 6-ാം മാസം, ഇന്ന് 3-ാം തീയതിയാണ്. ഈ 3 ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ വാലിഡിറ്റി തീരും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എത്രത്തോളം എക്സ്റ്റെൻഡ് ആയി എന്നുള്ളത് അറിയാൻ നിങ്ങൾ ഇതേ ഒരു പ്രൊസീജിയർ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൽ എല്ലാ ഡീറ്റെയിൽസും വരുന്നുണ്ട്. നിങ്ങളുടെ ഇക്കാമയുടെ നിലവിലുള്ള ഡേറ്റ്, അത് എക്സ്പയർ ആവുന്നത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ കാണിക്കും. ഇക്കാമ നമ്പർ, വിസ നമ്പർ എല്ലാം ഇതിൽ കാണിക്കും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം ഇവിടെ ആക്റ്റീവ് ആണെങ്കിൽ ആക്റ്റീവ്, അല്ലെങ്കിൽ നോട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ഇത് കൊടുത്താൽ നിങ്ങളത് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. ഇത് വാലിഡ് ആണെങ്കിൽ മാത്രമേ ഇനി തിരിച്ച് സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ വിസ വാലിഡിറ്റി ചെക്ക് ചെയ്യാനാണ്. പിന്നീട് മറ്റൊരു കാര്യം പറയാനില്ല, പുതുതായിട്ട് കുറച്ച് നിബന്ധനകൾ അങ്ങോട്ട് തിരിച്ചു പോകാൻ, സൗദിയിലേക്ക് പോകാൻ സൗദി ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഓരോന്നോരോന്നായി പറയുന്നത്. സൗദി വെബ്സൈറ്റിൽ നിന്നും ഒരു ഫോം പൂരിപ്പിച്ച് ആദ്യം എത്തുന്ന ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ മുന്നിൽ ഈ ഒരു സംഭവം സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്, ഒരു ഫോം. അപ്പോൾ ആ ഫോം എങ്ങനെയെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് പറയുന്നതാണ്. നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്യും വേണം. ആ ഫില്ല് ചെയ്ത ഫോമിൻ്റെ രൂപം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് നെക്സ്റ്റ് ഇതിനെ തുടർന്ന് തന്നെ പറയുന്നതാണ്. അപ്പോൾ ഫസ്റ്റിലൊരു ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യണം. രണ്ടാമതായി എല്ലാ യാത്രക്കാരും 7 ദിവസം ക്വാറന്റൈനിൽ നിൽക്കണം എന്നുള്ളതാണ് സൗദിയുടെ അടുത്തൊരു നിയമം. അതിൽ തന്നെ ആരോഗ്യ പ്രവർത്തകർ അവർ 3 ദിവസം നിന്നാൽ മതി. 7 ദിവസം നിർബന്ധമായും എല്ലാവരും ക്വാറന്റൈനിൽ ഇരിക്കണം. അതിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ അതിനുള്ള ഫൈനുണ്ട്. അത് എത്രയാണെന്നുള്ളത് നെക്സ്റ്റ് ഇതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദെൻ ക്വാറന്റൈൻ പൂർത്തിയാക്കിയാൽ PCR ടെസ്റ്റ് നിർബന്ധമാണ്. 3-ാമത്തെ കണ്ടീഷൻ എന്നുള്ളത് PCR ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അത് നെഗറ്റീവ് ആയോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് 7 ദിവസം കഴിഞ്ഞ് PCR ടെസ്റ്റ് എടുത്തിട്ട് അത് നെഗറ്റീവ് ആയി എന്നുള്ളത് ഉറപ്പുവരുത്തണം. 4-ാമതായി പറയാനുള്ളത്, സൗദി മന്ത്രാലയത്തിൻ്റെ ആപ്ലിക്കേഷനുകളുണ്ട്. 2 ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. 2 ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. തത്മൈൻ ആൻഡ് തവക്കിൽ നിന്നാണ് ഈ 2 ആപ്പ്, തവക്കിലിൽ നിന്നാണ് ഈ 2 ആപ്പുകളാണ് ഉപയോഗിക്കേണ്ടത്. ഈ ആപ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്നുള്ളത് നമ്മൾ പിന്നീട് പറയുന്നതാണ്. അപ്പോൾ ഇതാണ് അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ആപ്പിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അതിലാണ് നിങ്ങളുടെ കോവിഡിൻ്റെ റിസൾട്ട് നിങ്ങളെ മോണിറ്ററൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ ഈ സംഭവങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യണം. താമസിക്കുന്ന ലൊക്കേഷൻ അതിൽ ഷെയർ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ ത്രൂ ഷെയർ ചെയ്യണം. ഈ ആപ്ലിക്കേഷനിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് ത്രൂ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് ഷെയർ ചെയ്യണം. പിന്നെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നേരിടുന്നുണ്ടെങ്കിൽ, കോവിഡ് സംബന്ധമായോ അല്ലെങ്കിൽ പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 937 എന്നുള്ള ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അതൊരു ഫ്രീ നമ്പറാണ്, ടോൾ ഫ്രീ നമ്പറാണ്. അത് തമ്മിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ
എല്ലാവിധ നിർദ്ദേശങ്ങളും അവർ തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഈ ആപ്ലിക്കേഷൻ വഴി തരും. അത് നിങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. പിന്നെ ക്വാറന്റൈനിലെ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ് അടുത്തായിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞ ഒരു ഫോം ഉണ്ട്. ആ ഫോമിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കണം. ദെൻ അഡ്രസ്സ്, റെസിഡൻസ് അഡ്രസ്സ്, ഇപ്പോൾ നിലവിൽ എവിടെയാണ് താമസിക്കുന്നത് അതിനെക്കുറിച്ചുള്ളത് കൊടുക്കണം. പിന്നെ നിങ്ങൾ ലാൻഡ് ചെയ്ത എയർപോർട്ട്, അതിൻ്റെ വിവരങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ കൺട്രി ഫ്രം, എവിടെ നിന്നാണ് വരുന്നത്, പിന്നെ അറൈവ് ഡേറ്റ്, എത്തിയ ഡേറ്റ്, ഫ്ലൈറ്റ് നമ്പർ, മൊബൈൽ നമ്പർ, പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇത്രയും നിങ്ങൾ നിർബന്ധമായും കാണിച്ചിരിക്കണം. മറ്റൊരു കാര്യം, ഈ ഒരു ഫോം ഇതാണ് നമുക്ക് അവിടേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത്. പോകുമ്പോൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇന്ത്യക്കാർക്ക് ഈ ഒരു ഫോം ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ, ഏകദേശം 11ഓളം രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ഇത് നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ക്വാറന്റൈനിൽ ഇരിക്കണം 7 ദിവസം, ഹെൽത്തിൻ്റെ ആളുകളാണെങ്കിൽ 3 ദിവസം. ഓക്കെ, പിന്നെ അല്ലാഞ്ഞാൽ ഫൈന് കാര്യങ്ങൾ അടക്കേണ്ടി വരുന്നുള്ളതാണ് ഫസ്റ്റിൽ പറയുന്നത്. പിന്നെ ഈ പീരീഡിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ക്വാറന്റൈൻ ബില്ലിൽ ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് പനി, ജലദോഷമുള്ള ആളുകളുടെ കൂടെ ഇരിക്കരുത്. റൂമിൽ അസുഖമില്ലാത്ത ആളുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ അസുഖമുള്ള ആളുകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം. മാസ്ക് ധരിക്കണം. പിന്നെ മുഖത്ത് എപ്പോഴും കവർ ചെയ്യണം. മുഖം എപ്പോഴും കവർ ചെയ്യണം. അതുപോലെ പേഴ്സണൽ ഐറ്റംസുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കാതിരിക്കുക. എന്തെങ്കിലും ഐറ്റം നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുന്നു അത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. പിന്നെ മറ്റുള്ളവർ, പുറമേ നിന്ന് വരുന്നവർ വിസിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സെപ്പറേറ്റ് ബാത്റൂം ഉപയോഗിക്കാൻ പറ്റുന്നവർ അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുക. പിന്നെ എന്തെങ്കിലും സിംറ്റംസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖം ഉണ്ട് എന്നുണ്ടെങ്കിൽ 937 കോൺടാക്ട് ചെയ്യുക എന്നുള്ള നിബന്ധനകളാണ്. ഇത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പിന്നെ ഒരുപാട് നിബന്ധനകൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ആപ്പ്, ഞാൻ പറഞ്ഞ ഈ 2 ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാളേഷൻ അവർക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ലാസ്റ്റിൽ 4ഉം 5ഉം നമ്മളെ എഗ്രിമെൻ്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുവദിക്കുന്നുണ്ട് എന്നുള്ളത്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 500,000 ദിർഹംസ് റിയാൽ, 500,000 റിയാൽ ഫൈനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. 500,000 റിയാൽ ഈ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ, ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നിങ്ങൾ അടക്കേണ്ടി വരും, പിഴയായി അടക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഡിക്ലറേഷൻ ഫോമിൽ നമ്മുടെ നെയിമും സിഗ്നേച്ചറും ഡേറ്റും വെച്ചിട്ട് അവർക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇനി ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഫോം എന്നുള്ളത് ഇപ്പോൾ നിലവിൽ ഇന്ത്യക്കാർക്ക് വന്നിട്ടില്ല. പിന്നെ പറഞ്ഞ ആപ്പിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വ്യൂ ആണ് ഈ കാണുന്നത്. ആപ്പിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ആപ്പിനെ കുറിച്ചുള്ള പുതുതായി വരുന്ന വീഡിയോകൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും നിർബന്ധമായും സൗദിയിലുള്ള ആളുകളും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതുതായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കണമെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് അറിയണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് മറ്റ് രാജ്യക്കാർക്കാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യയിലേക്കുള്ള അപ്ഡേറ്റുകൾ ഉടനെ വരുന്നതാണ് എന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, യൂട്യൂബിൽ നിങ്ങൾ SJTutorialsLive എന്നടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കിട്ടും. അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് സൗദിയിലുള്ള ആളുകൾക്കാണ്. മറ്റുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. സൗദിയിലുള്ള ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിർബന്ധമായും പാസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.